ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം സമാപിച്ചു. SSLC ഫലപ്രഖ്യാപനം. മേഖലയിലെ ഹൈസ്കൂളുകൾക്ക് മിന്നും വിജയം. കുന്നംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മോഷണം വ്യാപകമാകുന്നു. തിപ്പലശ്ശേരി കോയമ്പറ്റ റോഡിന്റെ ഉദ്ഘാടനം PK ബിജു MP നിർവഹിച്ചു. കുന്നംകുളം നഗരസഭ CDS 2ന്റെ 19ാമത് വാർഷിക സമ്മേളനം PK ബിജു MP ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭയിൽ വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്കും ലൈസൻസ് നിർബന്ധമാക്കുന്നു. വാർത്തകൾ വിശദമായി. കാട്ടകാമ്പാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം സമാപിച്ചു. പ്രസിദ്ധമായ കാട്ടകാമ്പാൽ പൂരം സമാപിച്ചു. ഇന്ന് രാവിലെ വിശേഷാൽ പൂജകളോടെയാണ് പൂരത്തിന് ആരംഭം കുറിച്ചത്. ഉച്ചയോടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദേശപൂരങ്ങൾ ആരംഭിച്ചു. തുടർന്ന് 5 മണിയോടെ പൂരങ്ങൾ ക്ഷേത്രത്തിലെത്തി. ദേവസ്വം പൂരം എഴുന്നള്ളിച്ച് ഭഗവതിയുടെ തിടമ്പേറ്റി അക്കിക്കാവ് കാർത്തികേയനും ആനകൾക്കൊപ്പം അണിനിരുന്നതോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. തുടർന്ന് കാളിദാരികന്മാർ ക്ഷേത്രത്തിലെത്തി സംവാദം നടത്തി പിരിഞ്ഞതോടെ ഇന്നത്തെ പൂരത്തിന് സമാപനമായി. രാത്രിയും പൂരത്തിന്റെ ആവർത്തനം നടക്കും. കാളിദാരിക സംവാദത്തിനൊടുവിൽ പ്രതീകാത്മകമായി കാളി ദാരികനെ വധിക്കുന്നതോടെ ഈ വർഷത്തെ കാട്ടകാമ്പാൽ പൂരം സമാപിക്കും. SSLC ഫലപ്രഖ്യാപനം. മേഖലയിലെ ഹൈസ്കൂളുകൾക്ക് മിന്നും വിജയം. ഹൈസ്കൂൾ പെങ്ങാമുക്കിന്റെ വിജയം ചരിത്രമായി. പരീക്ഷ എഴുതിയ 66 വിദ്യാർത്ഥികളിൽ മുഴുവൻ വിദ്യാർത്ഥികളും വിജയിച്ചാണ് പെങ്ങാമുക്ക് ഹൈസ്കൂൾ ചരിത്രത്തിന്റെ ഭാഗമായത്. 1938 ആരംഭിച്ച സ്കൂളിൽ മുഴുവൻ വിദ്യാർത്ഥികളും വിജയിക്കുന്നത് ആദ്യമായാണ്. സ്കൂളിന്റെ ചരിത്ര നേട്ടത്തിൽ അഭിമാനിക്കുന്നുവെന്ന് പ്രധാന അധ്യാപകൻ ഷനോജ് മാസ്റ്റർ നൈസ് ടിവിയോട് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 85% റിസൾട്ടാണ്. അതിനാണ് ഇപ്പോൾ 100 എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സ്റ്റാഫിൻ്റെ കഠിനാധ്വാനം ഉണ്ടായിരുന്നു. കുട്ടികൾ നന്നായിട്ട് ശ്രമിച്ചിരുന്നു. PTA മാനേജ്മെൻറ്റും എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് ഞങ്ങൾക്ക് ലഭിച്ച റിസൾട്ട്. അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും മികച്ച പിന്തുണയോടെയാണ് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടാനുള്ള കാരണമെന്ന് പെങ്ങാമുക്ക് ഹൈസ്കൂളിൽ നിന്നും മുഴുവൻ വിഷയങ്ങളിലും A+ വാങ്ങിയ വിദ്യാർത്ഥിനി സിദ്ധ K സാമുവൽ നൈസ് ടിവിയോട് പറഞ്ഞു. സപ്പോർട്ടായിരുന്നു എൻ്റെ അമ്മയാണ്. എൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ ഇരിക്കുകയൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ത് കാര്യത്തിലും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്കൂളിലത്തെ ടീച്ചേഴ്സിനോട് പിന്നെ എൻ്റെ പപ്പോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ HM ആയിട്ട് ഷനോജ് മാഷിനോട് പിന്നെ ബിന്ദു ടീച്ചറോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എല്ലാ ടീച്ചേഴ്സിനോടും എനിക്ക് എങ്ങനെ പറയാൻ എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട്. എൻ്റെ ഫാമിലിയിൽ എൻ്റെ ആൻറ്റിമാരൊക്കെ എനിക്ക് ഒരുപാട് സപ്പോർട്ടായിരുന്നു. ട്യൂഷൻ മാഷും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് എല്ലാ കാര്യത്തിലും. ക്ലാസ് ടീച്ചർ നീത ടീച്ചറോട് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സിനോടും ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഈ വിജയം കരസ്ഥമാക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയവും മികച്ചതായി. 98.25% വിജയമാണ് സ്കൂളിൽ ലഭിച്ചത്. ആകെ 229 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 225 കുട്ടികളും വിജയിച്ചു. അനുശ്രീ MS, സജിത TB, അശ്വതി VB എന്നീ 3 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. 3 വിദ്യാർത്ഥികൾക്ക് 9 A+കൾ ലഭിച്ചിട്ടുണ്ട്. സ്കൂളിലെ അധ്യാപകരുടെയും PTA-യുടെയും പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെയും പിന്തുണ കൊണ്ടാണ് ഈ നല്ല രീതിയിൽ റിസൾട്ട് നേടാൻ സാധിച്ചത്. അതുപോലെ അധ്യാപകരുടെ ഹൗസ് വിസിറ്റ്, ഈവനിങ് ക്ലാസ്സുകൾ, മന്ത്ലി ടെസ്റ്റുകൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ റിസൾട്ട് ഉയർത്തുന്നതിന് വേണ്ടി സഹായിച്ചു. റിസൾട്ട് ഉയർത്താൻ സഹായിച്ച അധ്യാപകരെയും രക്ഷിതാക്കളെയും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളെയും പ്രത്യേകം ഈ സമയത്ത് അനുമോദിക്കുന്നു. മങ്ങാട് സെന്റ് ജോസഫ്സ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 96% വിജയമുണ്ടായി. 5 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ നേടി. മെറിൻ സ്റ്റീഫൻ, അമൃത പ്രേമൻ, ശില്പ VS, നിവിൽ TS, ജോയൽ ജോൺ ജോസഫ് എന്നിവരാണ് എല്ലാ വിഷയങ്ങളിലും A+ നേടിയത്. 2 വിദ്യാർത്ഥികൾക്ക് 9 A+ഉം 3 വിദ്യാർത്ഥികൾക്ക് 8 A+ഉം സ്കൂളിൽ നേടുകയുണ്ടായി. കുന്നംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മോഷണം വ്യാപകമാകുന്നു.
ഗവൺമെന്റ് ആശുപത്രിയിലെ ജനറൽ വാർഡുകളിൽ വ്യാപക മോഷണമെന്ന് പരാതി. വാർഡുകളിൽ കിടക്കുന്ന രോഗികളുടെയും കൂട്ടിനിരിക്കുന്നവരുടെയും മൊബൈൽ ഫോൺ അടക്കമുള്ള സാധനങ്ങളാണ് വ്യാപകമായി മോഷണം പോകുന്നത്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഗുരുവായൂർ സ്വദേശി സുരേഷിന്റെ മൊബൈൽ ഫോണിലെ സിം കാർഡ് ഊരിയെടുത്ത ശേഷം ഫോൺ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഡോക്ടർമാരുടേതടക്കം വില കൂടിയ മൊബൈൽ ഫോണുകളും മോഷണം പോയിട്ടുണ്ട്. ഫോണുകൾ മോഷണം പോയ വിവരം രോഗികളും ബന്ധുക്കളും ആശുപത്രി അധികൃതരെ അറിയിക്കാറുണ്ടെങ്കിലും ഇവയെല്ലാം സംരക്ഷിക്കേണ്ടത് രോഗികളും ബന്ധുക്കളും തന്നെയെന്നാണ് വിശദീകരണം. ആശുപത്രി വാർഡുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് രോഗികൾ ആവശ്യപ്പെട്ടു. ഇതിനാവശ്യമായ ഫണ്ട് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയിലുണ്ടെന്നും രോഗികൾ ചൂണ്ടിക്കാട്ടി. തിപ്പലശ്ശേരി കോയമ്പറ്റ റോഡിന്റെ ഉദ്ഘാടനം PK ബിജു MP നിർവഹിച്ചു. നാട്ടുകാരുടെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്ന കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ തിപ്പലശ്ശേരി കോയമ്പറ്റ റോഡ് യാഥാർത്ഥ്യമായി. പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും PK ബിജു MP അനുവദിച്ച 9,20,000 രൂപ ഉപയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. റോഡിന്റെ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് 12-ന് PK ബിജു നിർവഹിച്ചു. റോഡ് നിർമ്മാണത്തിന്റെ പ്രാധാന്യം നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ ആവശ്യമായ തുക പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും MP അനുവദിക്കുകയായിരുന്നു. വളരെ വീതി കുറഞ്ഞതും തീരെ സഞ്ചാരയോഗ്യമല്ലാത്തതുമായിരുന്ന ഈ റോഡ് 200ഓളം കുടുംബാംഗങ്ങൾക്ക് ഗുണപ്രദമാകുന്നതിൽ MP വഹിച്ച പങ്ക് മാതൃകാപരമാണ്. പ്രദേശത്ത് നേരത്തെ മണ്ണ് റോഡ് ഉണ്ടായിരുന്നുവെങ്കിലും ഓട്ടോറിക്ഷകൾക്ക് സഞ്ചരിക്കാൻ പോലും യോഗ്യമല്ലായിരുന്നു. നാട്ടുകാർ സ്ഥലം വിട്ടു നൽകിയാണ് റോഡിന്റെ വീതി വർദ്ധിപ്പിച്ചത്. MP ഫണ്ട് ഉപയോഗിച്ച് റോഡിന്റെ സോളിംഗ് മുതൽ ടാറിംഗ് വരെയുള്ള പ്രവൃത്തി പൂർത്തീകരിച്ചതോടെ പ്രദേശത്തെ ഗതാഗത സൗകര്യവും മെച്ചപ്പെട്ടു. ഉദ്ഘാടന ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV സുമതി അധ്യക്ഷയായിരുന്നു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UP ശോഭന ചടങ്ങിനെ സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാനമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM and Sons, Dindigul. Zone distributor Roja Agencies, Kunnamkuളം. Phone 9446 145776, 9446 145778.
19ാമത് വാർഷിക സമ്മേളനം PK ബിജു MP ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭ CDS 2ന്റെ 19ാം വാർഷികം അരങ്ങ് 2017 ശ്രീ PK ബിജു MP ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സീതാ രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു. കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി കാർത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. CDS 2ന്റെ ചെയർപേഴ്സൺ ശ്രീമതി സുരാജി സുധാകരൻ സ്വാഗതവും CDS 2ന്റെ വൈസ് ചെയർപേഴ്സൺ രമണി നന്ദിയും രേഖപ്പെടുത്തി. സാമ്പത്തിക സഹായ വിതരണവും ബാങ്കുകളെ ആദരിക്കലും നടന്നു. കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലെ വിവിധ അംഗങ്ങൾ ചടങ്ങിന് ആശംസകൾ നേർന്നു. അയൽക്കൂട്ടം അംഗങ്ങളുടെ കലാമത്സരങ്ങളും ഉണ്ടായിരുന്നു. സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുന്നവരായി, സ്വയം പര്യാപ്തമായി നിൽക്കാൻ കഴിയുന്നവരായി ഓരോ കുടുംബത്തെയും മാറ്റുക എന്ന ലക്ഷ്യം ഇതിലൊന്നും ഒരിക്കലും ഒരു പദ്ധതിയിലും നാം വിഭാവനം ചെയ്തിട്ടില്ല. ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇതിന്റെ പ്രധാനപ്പെട്ട ചുമതല നിർവഹിക്കേണ്ടത് കേരളത്തിലെ കുടുംബശ്രീയാണ്. കുന്നംകുളം നഗരസഭയിൽ വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്കും ലൈസൻസ് നിർബന്ധമാക്കുന്നു. സ്വന്തം വീട്ടിലെ വളർത്തു നായ്ക്കളെ യഥാസമയം കുത്തിവെപ്പ് നൽകാതെയും കെട്ടിയിടാതെയും വളർത്തുന്ന വീട്ടുകാർക്ക് മുന്നറിയിപ്പുമായി കുന്നംകുളം നഗരസഭയിൽ വളർത്തു നായ്ക്കൾക്ക് ലൈസൻസ് നിർബന്ധമാക്കി. മുനിസിപ്പൽ ആരോഗ്യ വിഭാഗമാണ് ലൈസൻസ് നിർബന്ധമാക്കി ഉത്തരവിറക്കിയത്. നഗരസഭകളിൽ മുന്നേയും വളർത്തു നായ്ക്കൾക്ക് ലൈസൻസ് വേണമെന്ന് ഉത്തരവ് ഉണ്ടായിരുന്നുവെങ്കിലും ഗൗരവമായി ഈ തീരുമാനം നടപ്പാക്കിയിരുന്നില്ല. തെരുവ് നായ്ക്കളെ വന്ധീകരിക്കുന്ന കർശന നിലപാടുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രംഗത്ത് വന്നതോടെ വളർത്തു നായ്ക്കളും തെരുവിൽ അലയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ലൈസൻസ് തീരുമാനം കൃത്യമായി നടപ്പിലാക്കാൻ നഗരസഭ ആരോഗ്യ വിഭാഗം തയ്യാറായത്. തിങ്കളാഴ്ച മുതൽ ലൈസൻസിനുള്ള അപേക്ഷാ ഫോമുകൾ നഗരസഭയിൽ നിന്നും വിതരണം ചെയ്യുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. ഒരു നായയ്ക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസായി തീരുമാനിച്ചിട്ടുള്ളത്. അപേക്ഷാ ഫോറത്തിൽ നായയെ സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തണം. ഇനം, നിറം, പ്രായം, ആൺ പെൺ തിരിച്ചറിയൽ അടയാളം, പേവിഷബാധയ്ക്കെതിരെ കുത്തിവെപ്പ് നടത്തിയത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്നിവയും അപേക്ഷയിൽ വ്യക്തമാക്കണം. വിപണി: അടയ്ക്ക പഴയത് 4300 രൂപ മുതൽ 4450 രൂപ വരെ, പുതിയത് 4311 രൂപ മുതൽ 4500 രൂപ വരെ, രണ്ടാം തരം 3200 രൂപ മുതൽ 3500 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടകാമ്പാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം സമാപിച്ചു. SSLC ഫലപ്രഖ്യാപനം. മേഖലയിലെ ഹൈസ്കൂളുകൾക്ക് മിന്നും വിജയം. കുന്നംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മോഷണം വ്യാപകമാകുന്നു. തിപ്പലശ്ശേരി കോയമ്പറ്റ റോഡിന്റെ ഉദ്ഘാടനം PK ബിജു MP നിർവഹിച്ചു. കുന്നംകുളം നഗരസഭ CDS 2ന്റെ 19ാമത് വാർഷിക സമ്മേളനം PK ബിജു MP ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭയിൽ വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്കും ലൈസൻസ് നിർബന്ധമാക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.